സ്വാഗതം. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു ബോർഡ് കണ്ടോ? കഴിഞ്ഞ ഏപ്രിലിൽ ഈ വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയ ബോർഡാണത്. വളരെ സന്തോഷത്തോടു കൂടി അവിടെ പോയി ചെടി നടണം, പലതും ചെയ്യണം. താമസിച്ചിട്ടില്ല ഇതുവരെ അതിൽ ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ബോർഡുണ്ടാക്കി ഒക്കെ ഇരിക്കുമ്പോഴാണ് അവിചാരിതമായി ചില കാര്യങ്ങൾ കൊണ്ട് 5 സെൻറ്റിൽ പറ്റിയില്ല. അവിടെ ഡബിൾ സ്റ്റോറേഡ് ബിൽഡിംഗ് ആണ്. സാധാരണക്കാർക്ക് പറ്റിയ എല്ലാ സൗകര്യങ്ങളുമുള്ള വീട്. കൊച്ചി നഗരത്തിലാണ്. വെസ്റ്റ് പനമ്പള്ളി നഗർ. വഴിയുടെ ഒരു വശം മതിൽ. 1800 സ്ക്വയർ ഫീറ്റാണ്. ചുറ്റും കോമ്പൗണ്ട് വാൾ. അവിടെ ഒരാൾ നിൽക്കുന്ന കണ്ടോ? അതിനപ്പുറത്തായിട്ട് ഗേറ്റുണ്ട്. അത് പക്ഷെ തുറന്നിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. ആ വെളുത്ത മതിൽ കണ്ടോ? ആ മതിലിന് അറ്റത്തായി ഒരു ചെറിയ ഗേറ്റ് കൂടിയുണ്ട്. അതാണ് നമ്മളുടെ വഴി. 12 മീറ്റർ നീളം. ചെറിയ ഗേറ്റ് ഇറങ്ങിയാൽ പറമ്പിത്തറ റോഡ്. ഇടത്തേക്ക് 12 മീറ്റർ നടക്കുകയാണെങ്കിൽ പനമ്പള്ളി നഗർ ഷിപ്പ്യാർഡ് റോഡ്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, മെഡിക്കൽ ട്രസ്റ്റ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, പനമ്പള്ളി നഗർ ഈസ്റ്റ്, തേവര കോളേജ് എല്ലാം ഇതിന് ചുറ്റും, മനോരമ ജംഗ്ഷൻ ഇതെല്ലാം ചുറ്റും വരുമെങ്കിലും വളരെ ശാന്തമായ അന്തരീക്ഷത്തിലുള്ള ഒരു വീടാണിത്. താഴത്തും മുകളിലും 2 ഫാമിലിക്കായിട്ട് വാടക കൊടുത്തിരിക്കുകയാണ്. കൂടാതെ ഒരു ഫുൾ ഫർണിഷ്ഡ് റൂം ഒരാൾക്ക് മുകളിൽ താമസിക്കുന്നതിനും കൊടുത്തിട്ടുണ്ട്. വീട് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു 3/4 സെൻറ്റ് സ്ഥലത്തോളം പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാം. അതേപോലെ തന്നെ ഇടതുവശത്ത് പച്ചക്കറികളൊക്കെ നടാം. പടിഞ്ഞാറ് വടക്ക് മൂല കൊണ്ട് വാഴയോ എന്തെങ്കിലുമൊക്കെ നടാവുന്നതാണ്. ബോർവെല്ലും ഉണ്ട്. ഗാർഡൻ വാളും. ഈ വീടിനോട് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുക. പറ്റിയാൽ ഇത് കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. കാറ് കയറുന്ന വഴിയൊന്നും അല്ല കേട്ടോ ഇത്. ഈ വീടിൻ്റെ ഇപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തെക്ക് വശമാണ് ഈ കാണുന്നത്. വീടിൻ്റെ മുഴുവനായിട്ടുള്ള ഫോട്ടോ ഒന്നും ബിസിനസ് ആവശ്യങ്ങൾക്ക് പറ്റിയതാണ്. ഒന്നിൽ റെൻറ്റിന് കൊടുക്കാം, അതല്ലെങ്കിൽ അധികം കാശ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഇത് ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിനും എന്നവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ മന്ത്ലി കൊടുക്കണ്ടല്ലോ. എങ്ങനെ ട്രീറ്റ്മെൻറ്റിനും എന്നവർക്കൊക്കെ കൊടുക്കാം, ഓഫീസിനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല വിധത്തിലും ഇത് ബിസിനസ്സുകാർക്കൊക്കെ അതിനുള്ള നാക്കുണ്ടാകും. പരിചയമുള്ളവരോ ആവശ്യക്കാരോ ഉണ്ടെങ്കിൽ അവരെ കൂടി അറിയിക്കുക. അവിടെയുള്ള വാല്യൂവിൻ്റെ പകുതി മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. പകുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലോ. അവിടെയുള്ള വാല്യൂ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആവശ്യമെങ്കിൽ കമൻ്റ് ഇടുക. ഏതായാലും എനിക്കൊരു ചാനലുള്ള കൊണ്ട് ഞാനിങ്ങനെ ഇട്ടു എന്ന് മാത്രം. ആവശ്യക്കാർ മാത്രം വിളിക്കുക, അറിയിക്കുക. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.